അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. ഫ്രീ അറബിക് കാലിഗ്രഫി ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. അതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് അറബിക് കാലിഗ്രഫിയാണ്. നമ്മൾ പഠിക്കുന്നത് അറബിക് കാലിഗ്രഫിൻ്റെ ബേസ് തൊട്ടിട്ടാണ് പഠിക്കുന്നത്. നമ്മൾ പഠിക്കുന്ന സ്ക്രിപ്റ്റിൻ്റെ പേരാണ് തുളുത്ത് സ്ക്രിപ്റ്റ് കേട്ടോ. ഒരുപാട് ലിപികൾ കാലിഗ്രഫിയിൽ വരുന്നുണ്ട്. അതിൽ നമ്മൾ പഠിക്കുന്ന ലിപിയാണ് സുലുസ് ലിപി. ഇംഗ്ലീഷിൽ പറയുമ്പോൾ തുളുത്ത് എന്ന് പറയും. ഓക്കെ, ആ ലിപിയാണ് നമ്മൾ പഠിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 16 ബേസിക് സ്ട്രോക്കുകളുണ്ട്. അതിന് കൂടാതെ ഒരു 3 നുക്ത, ഹിലിയ, താജ് എന്ന് പറയുന്ന ഒരു സ്ട്രോക്കുകളും കൂടി വരുന്നുണ്ട്. ഈ നുക്തനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോരോ ലെറ്റേഴ്സും എഴുതുക. അപ്പോൾ ആദ്യം കാണിക്കുന്നത് നുക്തയാണ്. നുക്തൻ്റെ മെഷർമെൻറ്റ് വരുന്നത് 45 ഡിഗ്രിയാണ്. 45 ഡിഗ്രിയാണ് നുക്തൻ്റെ മെഷർമെൻറ്റ് വരുന്നത്. നുക്തൻ്റെ മെഷർമെൻറ്റ് വരുന്നത് 45 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ ഒരു സ്ക്വയറിൻ്റെ ഹാഫ് വരച്ചിട്ട് അതിന് ഹാഫാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഡിഗ്രി കണക്ക് വരുന്നത് 45 ആയിരിക്കും. നമ്മൾ നുക്ത നോർമലായിട്ട് വരക്കല്ല, ജസ്റ്റ് ഇവിടുന്ന് അളവെടുത്തിട്ടാണ് ആദ്യം പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 45 ഡിഗ്രീൻ്റെ ലൈനാണ്. ഈ ലൈനും നമ്മൾ എന്ത് ചെയ്യാണ്, കലമിൻ്റെ നിബ്ബ് ഇതുപോലെ വെച്ചിട്ട് താഴേക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കണം. കൂടുതലാക്കി വരക്കില്ല, കുറച്ചൊന്ന് വലുതാക്കിയിട്ട് വരച്ചു കൊടുക്കാം. ഈ ലൈനുമ്മൽ കലമിൻ്റെ നിബ്ബ് ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. ഇതാണ് നുക്ത എന്ന് പറയുന്നത്. ഈ നുക്ത നമുക്കിപ്പോൾ നമ്മൾ ലൈനുമ്മലാണ് വരച്ചിട്ടുള്ളത് അല്ലേ. നമുക്ക് എന്ത് ചെയ്യണം, ജസ്റ്റ് ഇവിടെ നിന്നൊന്ന് അളവെടുത്തിട്ട് ഇതേ അളവ് ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് എന്ത് ചെയ്യുക, പുറത്തേക്ക് വരക്കുക. ഇതാണ് കറക്റ്റ് നുക്ത എന്ന് പറയുന്നത്. മറ്റേ നമ്മൾ ലൈനുമ്മ വരച്ച നുക്തയാണ്, ഇത് ലൈനൊന്നും ഇല്ലാതെ വരച്ചത്. അതായത് ഒരു ഡയമണ്ടിൻ്റെ ഷേപ്പിൽ വരുന്ന ഒരു സ്ക്വയർ പോലത്താണ് എന്ത് നുക്ത എന്ന് പറയുന്നത്. ഇത് നമുക്ക് ജസ്റ്റ് ആദ്യം ഒന്ന് ഇവിടുന്ന് അളവെടുത്തിട്ട് വരക്കേണ്ടി വരും. പിന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് അളവൊന്നും എടുക്കാതെ തന്നെ വരക്കാൻ പറ്റും. ഇതാണ് നുക്ത എന്ന് പറയുന്നത്. അപ്പോൾ നുക്തൻ്റെ നീളം വരുന്നത് 45 ഡിഗ്രിയാണ്. 45 ആണ് നുക്തൻ്റെ മെഷർമെൻറ്റ് വരുന്നത്. നുക്ത 45 ഡിഗ്രിയാണ്. 45 ഡിഗ്രിയാണ് നുക്തൻ്റെ മെഷർമെൻറ്റ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇവിടുന്ന് അളവെടുത്തിട്ട് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യുക, മാറ്റി വരയ്ക്കുക. ഇതാണ് നുക്ത എന്ന് പറയുന്നത്. ഈ നുക്ത നമ്മൾ സ്റ്റാൻഡിങ് ലൈൻ ഇട്ടിട്ടും സ്ലീപ്പിംഗ് ലൈൻ ഇട്ടിട്ടും ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. സ്റ്റാൻഡിങ് ലൈൻ ഇട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനൊരു സ്റ്റാൻഡിങ് ലൈൻ ഇട്ട് കൊടുത്തു, എന്നിട്ട് നുക്ത ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് അളവെടുത്തിട്ട് നമ്മളിവിടെ വരയ്ക്കുകയാണ് കേട്ടോ. ഇതുപോലെ വരച്ചു കൊടുത്തു. ഇനി അടുത്ത നുക്ത വരയ്ക്കുമ്പോൾ ഇതിൻ്റെ നേരെ താഴെയാണ് വരക്കുന്നത്. ഇതിൻ്റെ ഈ ലാസ്റ്റ് എഡ്ജ് ഭാഗത്ത് കലമിൻ്റെ ഒരു സൈഡ്, അതായത് നമ്മൾ കലമിന് 2 സൈഡ് ഉണ്ട് അല്ലേ. താഴെ ഒരു എഡ്ജുണ്ട്, മുകളിൽ ഒരു എഡ്ജും വരുന്നുണ്ട്. അപ്പോൾ ഈ കലമിൻ്റെ മുകളിലത്തെ എഡ്ജ് ഇതിൻ്റെ നേരെ താഴെ വരുന്നത് ഈ ലൈനുമലുമായിട്ട് എന്ത് ചെയ്യുക, ഇതുപോലെ വരച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ അടുത്തടുത്താക്കിയിട്ട് വരക്കുമ്പോൾ ആദ്യം സ്റ്റാൻഡിങ് ലൈൻ ഇട്ടിട്ട് വരക്കുക, പിന്നെ നമുക്ക് ലൈനില്ലാതെ വരക്കാൻ പറ്റും. ഇങ്ങനെയാണ് സ്റ്റാൻഡിങ് ലൈൻ ഇട്ടിട്ട് നുക്ത വരക്കുക. ഇപ്പോൾ ജസ്റ്റ് സ്ലീപ്പിംഗ് ലൈൻ ആണെങ്കിൽ
ഒരു സ്ലീപ്പിംഗ് ലൈൻ ഇവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യം ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് അളവെടുക്കുക, അങ്ങോട്ടേക്ക് വരച്ചു കൊടുത്തു. അത് കലമിൻ്റെ മുകൾ ഭാഗമാണ് ലൈനുമ്മ ടച്ച് ചെയ്യുന്നത്. ഇനി ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, ഇങ്ങോട്ടേക്ക്, അതായത് ഫസ്റ്റത്തെ നുക്തൻ്റെ ഇങ്ങോട്ടേക്ക്, അതായത് ഫസ്റ്റത്തെ നുക്തൻ്റെ ഈ ഒരു അറ്റഭാഗത്ത് കലമിൻ്റെ തായ് ഭാഗം വെക്കുക, കലമിൻ്റെ മുകൾ ഭാഗം ആ ലൈനുമ്മലും വരുന്ന രീതിയിലാക്കിയിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇതാണ് നുക്ത എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഹീലിയ താജ്. അടുത്ത് ആണ് ഹീലിയ താജ് എന്ന് പറയുന്നത്. ഹീലിയ താജിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് 90 ഡിഗ്രിയാണ്. ഹീലിയൻ്റെ കൂടെ തന്നെ വരുന്നതാണ് താജ്. ഹീലിയ താജിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് 90 ഡിഗ്രിയാണ്, 90 ഡിഗ്രിയാണ് ഹീലിയ താജിൻ്റെ മെഷർമെൻറ്റ് വരുന്നത്. അപ്പോൾ 90 ഡിഗ്രി ആകുമ്പോൾ നമുക്കറിയാൻ പറ്റും, നമ്മൾ ജസ്റ്റ് ഒരു ലൈന് വരച്ചാൽ തന്നെ, ഒരു സ്റ്റാൻഡിങ് ലൈന് വരച്ചാൽ തന്നെ അത് 90 ഡിഗ്രിയാണ് ആവുക. അപ്പോൾ നമ്മൾ ഇങ്കിൽ ഡിപ്പ് ചെയ്ത്, കലം ഇങ്കിൽ ഡിപ്പ് ചെയ്ത് ഈ ലൈനുമ്മ തന്നെ, ഈ സ്റ്റാൻഡിങ് ലൈനുമ്മ ഫുള്ളായിട്ട് കലമിൻ്റെ നിബ്ബ് വരുന്ന രീതിയിൽ, ഫുള്ളായിട്ട് കലമിൻ്റെ നിബ്ബ് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇതുപോലെ തായ്ക്ക് വരച്ചു കൊടുക്കാം. ഇതാണ് ഹീലിയ എന്ന് പറയുന്നത്. ഒന്നുകൂടെ കാണിച്ചു തരാം. സ്റ്റാൻഡിങ് ലൈനുമ്മ ഫുള്ളായിട്ട് കലമിൻ്റെ നിബ്ബ് വെച്ചിട്ട് നല്ലപോലെ ഇങ്ങനെ തായ്ക്ക് കൊടുക്കാം. അങ്ങനെ ഒരു കുത്തനെ ചെരിച്ചിട്ട് എന്ത് ചെയ്യാണ്, താഴേക്ക് കൊടുക്കുന്നതാണ് ഹീലിയ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ, ഇതിപ്പോൾ നമ്മൾ ലൈൻ ഇല്ലാതെ വരക്കുകയാണെങ്കിൽ 90 ഡിഗ്രിയിൽ കലം വെച്ച്, ഹീലിയ വരക്കുമ്പോൾ 90 ഡിഗ്രിയിൽ കലം വെച്ച്, 90 ഡിഗ്രിയിൽ കലം വെച്ചിട്ട് ഇങ്ങനെ കുത്തനെ താഴേക്ക് വരക്കാം. ഇതാണ് എന്ത് ഹീലിയ എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ താജ് വരക്കുമ്പോൾ, 90 ഡിഗ്രിയിൽ തന്നെ, ഇതിൻ്റെ കൂടെയാണ് കേട്ടോ താജ് വരക്കാം. 90 ഡിഗ്രിയിൽ തന്നെ നമ്മൾ കലം വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ കുത്തനെ താഴേക്ക് വരച്ചു കൊടുക്കുക. ആദ്യം ഹീലിയ വരച്ചു കൊടുക്കുക. ജസ്റ്റ് 2 ഹീലിയ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, കലമിൻ്റെ നിബ്ബ് വെച്ചിട്ട് അല്ലെങ്കിൽ പെൻസിൽ വെച്ചിട്ട്, നമ്മൾ പഠിക്കുമ്പോൾ പെൻസിൽ വെച്ചിട്ടാണ് പഠിക്കുക കേട്ടോ. ഇതുപോലെ ഈ ലൈന് നേരെ മുകളിൽ വരുന്നത് നേരെ വരച്ചു കൊടുത്തു, താഴെന്നുള്ളത് ഇങ്ങനെ കണക്റ്റാക്കി കൊടുത്തു, മുകളിൽ വരുന്നത് നേരെ, താഴെന്നുള്ളത് ഇങ്ങനെ കണക്റ്റാക്കി കൊടുത്തു. ഇതാണ് താജ് എന്ന് പറയുന്നത്. നമ്മൾ ലെറ്റേഴ്സൊക്കെ എഴുതുമ്പോൾ മനസ്സിലാവും. അതായത് ഇങ്ങനെ നമ്മൾ ഹീലിയ വരച്ചു കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യാണ്, കലമിൻ്റെ ജസ്റ്റ് നിബ്ബ് വെച്ചിട്ടാണെങ്കിൽ ഇതുപോലെ വരച്ചു കൊടുക്കും. ഇതാണ് ഹീലിയ താജ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ, നമ്മളൊരു അലിഫ് വരക്കുകയാണെങ്കിൽ, ഇതെവിടെ യൂസ് ചെയ്യാന്നുള്ളതും കൂടി കാണിച്ചു തരണമല്ലോ. ഒരു അലിഫ് വരക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു അലിഫ് വരക്കുകയാണ് കേട്ടോ. ഇതുപോലെ അലിഫ് വരച്ചു കൊടുത്തു. ഈ അലിഫിന് ഹീലിയ താജ് വരക്കുമ്പോൾ നമ്മൾ 90 ഡിഗ്രിയാണ് ഹീലിയ പഠിച്ചതെങ്കിലും ഈ അലിഫ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഒരു 80 ഡിഗ്രി 75 ഡിഗ്രിയിലാണ്. അപ്പോൾ എന്ത് ചെയ്യാം, പിന്നെ നേരെ മുകളിൽ കലം വെച്ചു. ഇതിനെ നേരെ മുകളിലാണ് വെച്ചിട്ടുള്ളത്, ഈ സ്ട്രോക്കുമല്ല, ഈ നേരെ മുകളിൽ വെച്ചിട്ട് ഇവിടെ നമ്മളിങ്ങനെ താജ് വരച്ചു, ഹീലിയ വരച്ചു കൊടുത്തു. എന്ത് ചെയ്യുക, ഇതിന് ഇങ്ങനെ ഒരു താജ് വരച്ചു കൊടുക്കും. ഇങ്ങനെയാണ് നമ്മൾ ലെറ്റേഴ്സ് മുതലാകുമ്പോൾ വരക്കുക. ഇതാണ് ഹീലിയ താജിൻ്റെ പർപ്പസ്. ഇത് ഏകദേശം ഏറെക്കുറെ എല്ലാ ലെറ്റേഴ്സിനും ഹീലിയ താജുകൾ വരുന്നുണ്ട്. അപ്പോൾ
നുക്ത 45 ഡിഗ്രിയാണ്. ഹിലിയ താജ് 90 ഡിഗ്രിയിലാണ് വരുന്നത്. ഇനി അടുത്തതാണ് ബേസിക് സ്ട്രോക്കുകൾ. 16 വരുന്നത്. ബേസിക് സ്ട്രോക്കുകൾ 16 വരുന്നത്. ഈ സ്ട്രോക്കുകൾ നമ്മൾ ഓരോരോ ലെറ്റേഴ്സിനും സ്ട്രോക്കായിട്ടാണ് നമ്മൾ ആദ്യം പഠിക്കുക. അതിനുശേഷമാണ് ഫുള്ളായിട്ട് വരയ്ക്കുക. പിന്നെ അതേപോലെ തന്നെ ബേസിക് സ്ട്രോക്കുകൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ കലമും നമ്മളെ കൈയും കൂടി ഒന്ന് ഒരു വഴക്കം കിട്ടാൻ വേണ്ടിയിട്ട് കൂടിയിട്ടാണ് ആദ്യം നമ്മൾ ബേസിക് സ്ട്രോക്കുകൾ പഠിക്കുന്നത്. അപ്പോൾ ബേസിക് സ്ട്രോക്കിൽ ഫസ്റ്റ് വരുന്നതാണ്, ആദ്യം വരുന്നതാണ് 90 ഡിഗ്രിയിൽ കലം വെച്ചിട്ട്. 90 ഡിഗ്രിയിലാണ് കലം ഇങ്ങനെ വെക്കുന്നത്. കലമിൻ്റെ നിബ്ബ് അതുപോലെ വെച്ചിട്ട് എന്ത് ചെയ്യണം, കലമിൻ്റെ നിബ്ബ് ലെഫ്റ്റിൽ വെച്ചിട്ട് റൈറ്റിൽ എന്ത് ചെയ്യാണ്, സ്ട്രൈറ്റായിട്ട് വരച്ചു കൊടുക്കാം. കലമിൻ്റെ നിബ്ബ് ലെഫ്റ്റിൽ വെച്ചിട്ട് റൈറ്റിക്ക് സ്ട്രൈറ്റായിട്ട് വരച്ചു കൊടുക്കണം. കലമിൻ്റെ നിബ്ബ് ലെഫ്റ്റിൽ 90 ഡിഗ്രിയിൽ വെച്ചിട്ട് സ്ട്രൈറ്റായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ റൈറ്റിക്ക് വരച്ചു കൊടുക്കുക. ഇതാണ് ഫസ്റ്റ് സ്ട്രോക്ക് വരുന്നത്. ഈ രണ്ടാമത്തെ സ്ട്രോക്ക് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വരുന്നത്. ഇത് നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിക്കാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ സ്ട്രോക്ക് വരുന്നത് കലം 90 ഡിഗ്രിയിൽ തന്നെയാണ് വെക്കുന്നത്. റൈറ്റിൽ 90 ഡിഗ്രിയിൽ വെച്ചിട്ട് ലെഫ്റ്റിക്ക് എന്ത് ചെയ്യാണ്, സ്ട്രൈറ്റായിട്ട് വരച്ചു കൊടുക്കാം. കലം റൈറ്റിൽ 90 ഡിഗ്രിയിൽ വെച്ചിട്ട് ലെഫ്റ്റിക്ക് സ്ട്രൈറ്റായിട്ട് വരച്ചെടുക്കാം. കലം റൈറ്റിൽ 90 ഡിഗ്രിയിൽ വെച്ചിട്ട് റൈറ്റിക്ക് എന്ത് ചെയ്യുക, റൈറ്റിൽ കലം വെച്ചിട്ട് ലെഫ്റ്റിക്ക് വരച്ചു കൊടുക്കുക. അതായത് വലത്തേക്ക് കലം വെച്ചിട്ട് ഇടത്തോട്ടേക്ക് സ്ട്രൈറ്റായിട്ട് വരച്ചു കൊടുക്കാം. ഇതാണ് രണ്ടാമത്തെ സ്ട്രോക്ക് എന്ന് പറയുന്നത്. അടുത്തത് മൂന്നാമത്തെ സ്ട്രോക്ക്. മൂന്നാമത്തെ സ്ട്രോക്ക് മുകളിൽ നിന്ന് താഴേക്ക് വരുന്നൊരു സ്ട്രോക്കാണ്. സിമ്പിൾ സ്ട്രോക്കുകളാണ് കേട്ടോ. മൂന്നാമത്തെ സ്ട്രോക്ക് മുകളിൽ കലമ ചെരിച്ച് വെച്ചിട്ട് നേരെ താഴേക്ക് വരച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ നമ്മൾ അലിഫിന് യൂസ് ചെയ്യുന്ന സ്ട്രോക്കുകളാണ് കേട്ടോ. മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന സ്ട്രോക്ക്. ഇതാണ് മൂന്നാമത്തെ സ്ട്രോക്ക്. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നാലാമത്തെ വരുന്ന സ്ട്രോക്ക് വരുന്നത്. ഇത് നമ്മൾ മുകളിൽ നിന്നാണ് താഴേക്ക് വരച്ചത്. നാലാമത്തെ താഴേന്ന് മുകളിലേക്കാണ് വരക്കുക. താഴേന്ന് മുകളിലേക്ക് വരക്കും. അപ്പോൾ നാലാമത്തെ സ്ട്രോക്ക് ഇതുപോലെ തന്നെ കലം വെക്കുക. മുകളിൽ എങ്ങനെയാണ് വെച്ച് അതേപോലെ കലം വെക്കുക. താഴേന്ന് മുകളിലേക്ക് വരച്ചു കൊടുക്കുക. ഇതാണ് എന്ത്, നാലാമത്തെ സ്ട്രോക്ക്. ഇനി അടുത്തത് അഞ്ചാമത്തെ സ്ട്രോക്ക്. രണ്ട് സ്ട്രോക്കുകൾ ഒരുമിച്ച് വരുന്നതാണ് അഞ്ചാമത്തെ സ്ട്രോക്ക് എന്ന് പറയുന്നത്. രണ്ട് സ്ട്രോക്കുകൾ ഒരുമിച്ചിട്ട് വരുന്നതാണ് അഞ്ചാമത്തെ സ്ട്രോക്ക്. കാണിക്കുമ്പോൾ കലം മുകളിൽ നേരെ വെക്കുകയാണ്. കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്ന കലം മുകളിൽ നേരെ വെച്ചിട്ട് ചെരിച്ചിട്ട് താഴേക്ക് വരച്ചു കൊടുക്കുക. കലം മുകളിൽ ചെരിച്ച് വെച്ചിട്ട് ഇതുപോലെ ചെരിച്ചിട്ട് തന്നെ താഴേക്ക് വരച്ചു കൊടുക്കുക. ഒരു ഏണ്ടൊക്കെ ഷേപ്പിൽ വരയ്ക്കുക. രണ്ട് സ്ട്രോക്കുകൾ ഒരുമിച്ച് വരുന്നതാണ് അഞ്ചാമത്തെ സ്ട്രോക്ക് കേട്ടോ. കലം മുകളിൽ നേരെ വെച്ച് താഴേക്ക് ചെരിച്ച് വരച്ചു കൊടുക്കുക. കലം മുകളിൽ ചെരിച്ച് വെച്ചിട്ട് താഴേക്ക് എന്ത് ചെയ്യുക, ചെരിച്ചിട്ട് തന്നെ വരച്ചു കൊടുക്കുക. ഇതാണ് അഞ്ചാമത്തെ സ്ട്രോക്ക്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ആറാമത്തെ സ്ട്രോക്ക് വരുന്നത്. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ആറാമത്തെ സ്ട്രോക്ക് വരുന്നത്. അപ്പോൾ കലം നമ്മൾ
താഴെ നേരെ വെച്ചിട്ട് മുകളിലേക്ക് ഇതുപോലെ ചെരിച്ച് വരച്ചു കൊടുത്തു. ഇനി താഴെ കലമ ചെരിച്ച് വെച്ചിട്ട് മുകളിലേക്ക് എന്ത് ചെയ്യുക, ഇതുപോലെ ചെരിച്ച് വരച്ചു കൊടുക്കാം. താഴെ കലമ നേരെ വെക്കുക, മുകളിലേക്ക് ചെരിച്ച് വരച്ചു കൊടുക്കുക. താഴെ കലമ ചെരിച്ച് വെക്കുക, മുകളിലോട്ട് ചെരിച്ചിട്ട് തന്നെ വരച്ചു കൊടുക്കുക. രണ്ടും നമ്മൾക്ക് കാഴ്ചയിൽ ഒരേപോലെ തോന്നെങ്കിലും നമ്മൾ ഒന്ന് താഴേന്നാണ് വരച്ചിട്ടുള്ളത്, മറ്റേത് മുകളിൽ നിന്നാണ് വരച്ചിട്ടുള്ളത്. ഇങ്ങനെയാണ് 6ാമത്തെ സ്ട്രോക്ക് വരുന്നത്. ഇനി അടുത്തത് 7ാമത്തെ സ്ട്രോക്കാണ്. 7ാമത്തെ സ്ട്രോക്ക് 90 ഡിഗ്രിയിൽ കലമ വെച്ചിട്ട് ജസ്റ്റ് നേട് മുകൾക്ക് ഉയർത്തിയിട്ട് താഴ്ത്തി കൊടുക്കാം. 90 ഡിഗ്രിയിൽ കലമ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മുകൾക്ക് ഉയർത്തിയിട്ട് താഴ്ത്തി കൊടുക്കുകയാണ്. ഇതാണ് 7ാമത്തെ സ്ട്രോക്ക്. 90 ഡിഗ്രിയിൽ കലമ വെച്ച് ജസ്റ്റ് ഒന്ന് മുകൾക്ക് ഉയർത്തി താഴ്ത്തി കൊടുക്കുക. ഇനി അടുത്തത് 8ാമത്തെ സ്ട്രോക്കാണ്. 8ാമത്തെ സ്ട്രോക്ക് ഒരു എസ് സ്ട്രോക്കാണ്. ഇതും ഒരുപാട് ലെറ്റേഴ്സുകളിൽ ആവശ്യം വരുന്നൊരു സ്ട്രോക്ക് കൂടിയാണ് കേട്ടോ. എസ് സ്ട്രോക്കാണ്. കലമിൻ്റെ നിബ്ബ് നമ്മൾ 45 ഡിഗ്രിയിൽ വെച്ചിട്ട് ജസ്റ്റ് നേട് താഴ്ത്തിയിട്ട് ഇതുപോലെ ഈ സൈഡൊക്കെ തിരിച്ച് ഇങ്ങോട്ടേക്ക് വളച്ചു കൊടുക്കാം. ഒരു എസ് സ്ട്രോക്കാണ് കേട്ടോ. ഇതാണ് 8ാമത്തെ സ്ട്രോക്ക്. ഒന്നുകൂടെ കാണിച്ചു തരാം. കലമിൻ്റെ നിബ്ബ് നമ്മൾ 45 ഡിഗ്രിയിൽ വെച്ചിട്ട് ഒന്നുകൊണ്ട് നിബ്ബ് മാത്രം താഴ്ത്തിയിട്ട് പിന്നെ ഈ സൈഡിലേക്ക് ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങോട്ടേക്ക് കൊടുക്കാം. ഇതാണ് 8ാമത്തെ സ്ട്രോക്ക്. പിന്നെ വരുന്നതാണ് 9ാമത്തെ സ്ട്രോക്ക്. 9ാമത്തെ സ്ട്രോക്ക്. 9ാമത്തെ സ്ട്രോക്ക് എന്ന് പറയുന്നത് നമ്മൾ 3ാമത്തെ സ്ട്രോക്കൊക്കെ വരച്ച പോലെ തന്നെ സ്ട്രൈറ്റായിട്ട് താഴേക്ക് വരച്ചിട്ട് ജസ്റ്റ് ഒന്ന് വളച്ചു കൊടുക്കാനാണ്. ഇതും നമ്മൾ അലിഫിൻ്റെ താഴ്ഭാഗത്ത് വരുന്ന ഒരു സ്ട്രോക്കാണ്. ഇത് കാണിച്ചു തരാം. കലമ് ചരിച്ച് വെച്ചിട്ട് നേരെ താഴേക്ക് സ്ട്രൈറ്റായി വരച്ചിട്ട് ഈ ലാസ്റ്റ് ഭാഗം ഒന്ന് നിബ്ബ് മാത്രം വളച്ചു കൊടുക്കാം. ഇതുപോലെയാണ് വരുന്നത്. കലമ് ചരിച്ച് വെച്ചിട്ട് ഇതുപോലെയാണ് വരുന്നത്. കലമ് ചരിച്ച് വെച്ചിട്ട് സ്ട്രൈറ്റായിട്ട് താഴേക്ക് വരച്ചിട്ട് ഈ ലാസ്റ്റ് ഭാഗം ഒന്ന് വളച്ചു കൊടുക്കാം. ഇതാണ് 9ാമത്തെ സ്ട്രോക്ക്. ഇത് നമ്മൾ അലിഫിന് എങ്ങനെ കൊടുക്കുന്ന വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു 3ാമത്തെ സ്ട്രോക്ക് നമ്മൾ അലിഫിന് കൊടുക്കുന്നുള്ളത്. അതേപോലെ അലിഫ് നമ്മൾ ആദ്യം സ്ട്രോക്ക് ഇട്ട് പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ 3ാമത്തെ സ്ട്രോക്ക് വരച്ചു കൊടുത്തു. വീണ്ടും നമ്മൾ ഇതിൻ്റെ നേരെ താഴെ 3ാമത്തെ സ്ട്രോക്ക് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഈ 9ാമത്തെ സ്ട്രോക്കാണ് കൊടുക്കുക. ഇവിടെ വെച്ചിട്ട് ഈ എഡ്ജ് ഭാഗം മാത്രം ഒന്ന് വളച്ചു കൊടുക്കുക. ഇത് ഓരോരോ ഭാഗത്തിനും ഓരോരോ പേര് വരുന്നുണ്ട് കേട്ടോ. നമ്മളിതിന് ഹിലിയ താജ് കൊടുക്കുക. ഇങ്ങനെയാണ് വരെ. ഓക്കെ. ഇതിൽ ഈ ഫസ്റ്റ് ഹെഡ് പോർഷൻ നമ്മൾ റസ് എന്നാണ് പറയുക. പിന്നെ അടുത്തത് ബത്വൻ എന്നാണ് പറയുക. ലാസ്റ്റത്തെ ഭാഗത്ത് നമ്മൾ കദം എന്നാണ് പറയുക. അങ്ങനെയാണ് അലിഫ് വരക്കുമ്പോൾ നമ്മൾ പഠിക്കുക. ഓക്കെ. അപ്പോൾ 9ാമത്തെ സ്ട്രോക്ക് വരെ പഠിച്ചു. പിന്നെ 10ാമത്തെ സ്ട്രോക്ക് ഒരു എസ് സ്ട്രോക്ക് ആയിട്ട് തന്നെയാണ് വരുന്നത്. 10ാമത്തെ സ്ട്രോക്ക് ഒരു എസ് സ്ട്രോക്ക് ആയിട്ടാണ് വരുന്നത്. അങ്ങനെ 90 ഡിഗ്രിയിൽ കലമ വെച്ച് ഒന്നിങ്ങനെ താഴ്ത്തി മുകൾക്ക് ഉയർത്തി ഇങ്ങനെ വരച്ചു കൊടുക്കാം.
ഇതാണ് 10ാമത്തെ സ്ട്രോക്കായിട്ട് വരുന്നത്. അടുത്തത് 11ാമത്തെ സ്ട്രോക്ക്. 11ാമത്തെ സ്ട്രോക്ക് കലം ചെരിച്ചാണ് വെക്കുന്നത്. നമ്മൾ ഫസ്റ്റ് സ്ട്രോക്ക് വരച്ച പോലെ 90 ഡിഗ്രിയിലല്ല വെക്കുന്നത്. കലം ഒന്ന് ചെരിച്ച് വെച്ചിട്ട് സ്ട്രൈറ്റായിട്ട് വരച്ചു കൊടുക്കുകയാണ്. ഇടത്ത് കലം ചെരിച്ച് വെച്ചിട്ട് സ്ട്രൈറ്റായി വരച്ചിട്ട് ലാസ്റ്റ് ഭാഗം ഒന്ന് താഴ്ത്തി കൊടുക്കാം. ഇതാണ് 11ാമത്തെ സ്ട്രോക്ക് വരുന്നത്. അങ്ങനെയാണ് 11ാമത്തെ സ്ട്രോക്ക് വരുന്നത്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിക്ക് വരച്ചു കൊടുക്കുകയാണ്. ഇനി അടുത്തത് 12ാമത്തെ സ്ട്രോക്കാണ്. 11ാമത്തെ സ്ട്രോക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. റൈറ്റിൽ കലം വെച്ചിട്ട് ചെരിച്ചിട്ട് തന്നെയാണ് വെക്കുന്നത്. ചെരിച്ച് വെച്ചിട്ട് സ്ട്രൈറ്റായി വരച്ചിട്ട് ഒന്നിട്ട് താഴ്ത്തി കൊടുക്കാം. ഇങ്ങനെയാണ് 12ാമത്തെ വരുന്നത്. പിന്നെ അടുത്തത് 13ാമത്തെ സ്ട്രോക്കാണ്. 13ാമത്തെ സ്ട്രോക്ക് വരുന്നത് കലം നമ്മളിങ്ങനെ താഴെ വെച്ചിട്ട് മുകൾക്ക് കലമിൻ്റെ നിബ് മാത്രം ഉയർത്തി പകുതിക്കുന്ന ഇങ്ങോട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇതാണ് 13ാമത്തെ സ്ട്രോക്കായിട്ട് വരുന്നത്. കലം താഴെ ഇങ്ങനെ വെച്ച് സ്ട്രൈറ്റായിട്ട് വരച്ചിട്ട് മുകൾക്ക് എന്ത് ചെയ്യുക, മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ പരത്തിയിട്ട് വരച്ചു കൊടുക്കുക. ഇതാണ് 13ാമത്തെ സ്ട്രോക്ക്. അടുത്തത് 14ാമത്തെ സ്ട്രോക്ക്. 14ാമത്തെ സ്ട്രോക്ക് വരുന്നത് നമ്മൾ ഇപ്പോൾ 12ാമത്തെ സ്ട്രോക്ക് വരച്ച പോലെ തന്നെ കലം റൈറ്റിൽ ചെരിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ നെങ്ങിയിൽ വന്നിട്ട് മുകൾക്ക് നല്ല പോലെ കട്ടിയില്ലാതെ ഉയർത്തി കൊടുക്കണം. അതായത് കലമിൻ്റെ നിബ് മാത്രം ഉയരുമ്പോഴാണ് കട്ടിയില്ലാതെ കിട്ടുക. വലത്ത് കലം വെച്ച് സ്ട്രൈറ്റായി വരച്ചു കൊടുത്തിട്ട് ഈ സൈഡൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, മുകളിലേക്ക് കട്ടിയില്ലാതെ വരച്ചു കൊടുക്കുകയാണ്. ഇതാണ് 14ാമത്തെ സ്ട്രോക്ക് വരുന്നത്. പിന്നെ 15ാമത്തെ സ്ട്രോക്ക് വരുന്നത് ചെറിയൊരു എസ് സ്ട്രോക്കാണ്. 10 വരച്ച പോലെയല്ല, ജസ്റ്റ് ഒരു എസ് സ്ട്രോക്കാണെന്ന് ഇങ്ങനെ പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവില്ല. അങ്ങനെ ഒരു എസ് സ്ട്രോക്ക്, എന്നാലും സ്ട്രൈറ്റ് ലൈനും അല്ലാത്ത ഒരു എസ് സ്ട്രോക്കായിട്ടാണ് നമ്മൾ 15ാമത്തേത് വരക്കുന്നത്. ഇതാണ് 15ാമത്തെ സ്ട്രോക്ക് വരുന്നത്. അടുത്തത് 16ാമത്തെ സ്ട്രോക്ക്, ലാസ്റ്റിലെ സ്ട്രോക്കാണ്. 16ാമത്തെ സ്ട്രോക്ക്. 16ാമത്തെ സ്ട്രോക്ക് വരയ്ക്കുമ്പോൾ നമ്മൾ ഇവിടെ ഈ സ്ട്രോക്കുകളൊക്കെ ഒരുവിധ ലെറ്റേഴ്സിന് ആവശ്യം വരുന്ന സ്ട്രോക്കാണ്. നമ്മൾ ഇവിടെ ഇങ്ങനെ കലമിൻ്റെ നിബ് മാത്രം വെച്ച് പിന്നെ താഴേക്ക് ഇങ്ങനെ വരക്കുന്നത്, ഒരു സ്ലോപ്പായിട്ട് വരക്കുന്നത്, സ്ട്രൈറ്റ് അല്ല, ഇങ്ങനെ ഒരു സ്ലോപ്പായിട്ട് വരുന്നതാണ്. ഇതാണ് 16ാമത്തെ സ്ട്രോക്ക്. ഇത് നമ്മൾ ബ ഒക്കെ വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് വരച്ചു കൊടുക്കുക. സ്ട്രോക്കുകൾ ഇങ്ങനെയാണ് ചേർക്കുക. ജസ്റ്റ് ഞാൻ കാണിക്കുകയാണെങ്കിൽ, ജസ്റ്റ് ഒരു ബ കാണിച്ചു തരികയാണെങ്കിൽ, ബന് ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് 9ാമത്തെ സ്ട്രോക്കിന് ഒന്ന് ചെരിച്ചിട്ട് ഇതുപോലെയാണ് ഫസ്റ്റ് കൊടുക്കുക. ഇതൊക്കെ നമ്മൾ നുക്ത ഇട്ടിട്ടാണ് പഠിക്കുക കേട്ടോ. ഓരോരോ ലെറ്റേഴ്സ് നുക്തിനെ ബേസ് ചെയ്തിട്ടാണ്. പിന്നെ വരുന്നത് ഈ 16ാമത്തെ സ്ട്രോക്കാണ്. നമ്മളിവിടെ കലം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ താഴേക്ക് വരച്ചു കൊടുക്കും. ഇവിടെ നിന്ന് നമ്മളിങ്ങനെ താഴേക്ക് വരച്ചു കൊടുക്കും. അതേപോലെ 14ാമത്തെ സ്ട്രോക്കാണ് മുകൾക്ക് വരക്കുന്ന സ്ട്രോക്ക്. ഇത് ഇങ്ങനെ എന്ത് ചെയ്യും, ഇവിടുന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കും. ഇത് ജസ്റ്റ് ഒരു ടൈപ്പ് ആയിട്ടുള്ളൂ.
ഒക്കെ 4-5 ടൈപ്പുകൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും സ്ട്രോക്കുകളാണ് ആദ്യം നമുക്ക് പഠിക്കാനുള്ളത്. 16 സ്ട്രോക്കുകൾ.